ജൂൺ 8 ലോക സമുദ്ര ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനമായി വേൾഡ് ഓഷൻ ഡേ ആചരിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കാനും അവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനുമാണ് ഈ ദിനാചരണം നടത്തുന്നത്. മലിനീകരണമാണ് അവ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിൽ കാനഡയാണ് ലോക സമുദ്ര ദിനം ആചരിക്കുക എന്ന ആശയം മുന്നോട്ട് വച്ചത്. എങ്കിലും 2008 ലോക സമുദ്ര ദിനാചരണത്തിന് ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകിയത്. അന്നു മുതൽ ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിച്ചു വരുന്നു. വൻകരകൾ, ദ്വീപുകൾ, ദ്വീപസമൂഹങ്ങൾ എന്നിവയ്ക്ക് ചുറ്റുമായി പരന്നു കിടക്കുന്ന ലവണ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. ഏറ്റവുമധികം ജൈവ വൈവിധ്യമുള്ള വലിയ ഒരു ആവാസ വ്യവസ്ഥയാണ് സമുദ്രത്തിനുള്ളത്. ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ 70% വരുന്ന സമുദ്രത്തിലാണ്. ഭൂമിയിൽ ലഭ്യമായ ജലത്തിൻ്റെ 97% ഉൾക്കൊള്ളുന്നത്. ഇതുമൂലമാണ് ഭൂമിക്ക് ജലഗൃഹം എന്നും നീലഗ്രഹമെന്നും പേര് വന്നത്. ലോകത്തിൽ 5 സമുദ്രങ്ങളാണ് ഉള്ളത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയാണ് അവ. സമുദ്രങ്ങളുടെ ഏതെങ്കിലും ചെറിയ ഭാഗം ഒറ്റപ്പെട്ടു കാണുന്നതിനെയാണ് കടൽ എന്ന് പറയുന്നത്. ഉറൂബ് ജന്മദിനം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ PC കുട്ടിക്കൃഷ്ണൻ 1915 ജൂൺ 8 പൊന്നാനിക്കടുത്തുള്ള പള്ളപ്രം ഗ്രാമത്തിൽ ജനിച്ചു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ കഥകളും കവിതകളും എഴുതി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 1934 നാടുവിട്ട് 6 വർഷക്കാലം വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജോലികൾ ചെയ്യുകയും വിവിധ ഭാഷകൾ പഠിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടിൽ തിരികെ എത്തി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ജോലി ചെയ്തു. 1952 ആകാശവാണിയിൽ ജോലി ചെയ്യുമ്പോൾ സംഗീത സംവിധായകൻ K. രാഘവനെക്കുറിച്ചുള്ള ഒരു ലേഖനം മാതൃഭൂമിയിൽ എഴുതിയപ്പോഴാണ് ഉറൂബ് എന്ന തൂലികാനാമം ആദ്യമായി ഉപയോഗിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരം സൃഷ്ടികൾ നടത്താൻ മുൻകൂർ അനുവാദം വാങ്ങണം എന്നതുകൊണ്ടാണ് അപ്പോൾ ഉറൂബ് എന്ന പേരിൽ എഴുതിയത്. കഥാസമാഹാരങ്ങൾ, നോവലുകൾ, കവിതകൾ, നാടകങ്ങൾ, ബാലസാഹിത്യ കൃതികൾ, തിരക്കഥകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി 50-ലധികം കൃതികൾ രചിച്ച അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കിയത് സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു എന്നീ നോവലുകളാണ്. 1958 രൂപീകരിക്കപ്പെട്ട കേരള സാഹിത്യ അക്കാദമിയുടെ നോവലിനുള്ള ആദ്യ പുരസ്കാരം നേടിയത് ഉമ്മാച്ചു എന്ന നോവലാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1979 ജൂലൈ 10 അദ്ദേഹം അന്തരിച്ചു.